പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ആദ്യത്തെ ധ്യാനം അന്ന് നടത്തി, നമുക്ക് 7 പേര് ഞങ്ങൾ ഒരുമിച്ച് ധ്യാനം ചെയ്തു, ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ഛൻ ആ ഒരു തീരുമാനത്തിലേക്ക് വരാൻ, ഇത് നമുക്ക് വേണോ വേണ്ടയോ പ്രാർത്ഥിച്ച് ഏതാണ്ട് 1 വർഷം 1.5 വർഷത്തോളം എടുത്തു അല്ലേ? 1 വർഷത്തിൽ കൂടുതൽ എടുത്തു. അവസാനം നമ്മളിപ്പോൾ ധ്യാനം ആദ്യത്തെ ബാച്ചിനെ വെച്ച് നമ്മൾ ധ്യാനം ചെയ്തു. അപ്പോൾ ആദ്യത്തെ ബാച്ചിൻ്റെ ആ റെസ്പോൺസും അവരുടെ ആ താല്പര്യമാണ് വീണ്ടും രണ്ടാമത്തെ ബാച്ചിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നത്. അതായത് ഞാൻ ഓർക്കേണ്ട ആദ്യത്തെ ധ്യാനം അത് വെറും 7 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ധ്യാനം കഴിഞ്ഞപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു, ഇത് നിങ്ങളെക്കാളും, അതായത് വൈദികരെക്കാളും സന്യസ്തരെക്കാളും ഒക്കെ കൂടുതലായിട്ട് ഞങ്ങൾക്കിത് ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു, അതെനിക്കൊരു ഭയങ്കര ഉൾവിളിയായിട്ടാണ് തോന്നിയത്. കാരണം സന്യാസത്തിൻ്റെ അല്ലെങ്കിൽ വൈദികർക്ക് തന്നെ അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സമയമേ ഉള്ളൂ. ഒത്തിരിയേറെ ജോലി തിരക്കുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നിന്നിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ വരാനോ ഒന്നും പറ്റില്ല, അത് അധികാരികളുടെ പെർമിഷൻ വേണോ, അങ്ങനെ ഒത്തിരി തടസ്സങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അൽമാരായ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു ധ്യാനത്തിന് പോകണം, അല്ലെങ്കിൽ 1 മാസമോ അല്ലെങ്കിൽ 2 ആഴ്ച ഇരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് സാധിക്കും. അപ്പം നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കത് സാധിക്കുമെന്ന് അൽമാരിൽ നിന്നൊരു ഇത് കിട്ടിയപ്പോൾ അതൊരു ഉൾവിളിയായിരുന്നു, ഒരു പ്രചോദനമായിരുന്നു. അങ്ങനെയാണ് ഈ ധ്യാനം തുടർന്നുകൊണ്ട് പോകാമെന്ന് തീരുമാനിക്കുന്നു. പിന്നെ ഓരോ ബാച്ച് വരുമ്പോഴേക്കും ഒത്തിരിയേറെ പ്രചോദനം അതിൽ നിന്ന് നമുക്ക് ഓരോ ബാച്ചിൽ നിന്നും കൂടുതലായിട്ട് കിട്ടുകയാണ്. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിലെ ഏറ്റവും ആധികാരികവും ഏറ്റവും പൗരാണികമായുള്ളൊരു ആത്മീയതയാണിത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ കുഴപ്പമാണ്. കാരണം ഞങ്ങൾ കർമ്മലീത്ത വൈദികരാണ് ഇത് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ അച്ഛൻ ശ്രദ്ധിച്ചോ, രണ്ടാമത്തെ ബാച്ച് കൂടി, രണ്ടാമത്തെ ബാച്ച് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു. മൂന്നാമത്തെ ബാച്ച് നമ്മൾ പറയാൻ തുടങ്ങി, നിങ്ങൾ ഇത് കൂടുതലായിട്ട് വെക്കുകയും ഇത് നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല വേറെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം ഒരു സ്ഥലമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ അവർ തുടങ്ങിയായിരുന്നു. അതിനുശേഷമുള്ള പലപ്പോഴും മനസ്സിലേക്ക് വന്നത് നമുക്ക് നമ്മുടെ ഒരു സ്വന്തം സ്ഥലം വേണം എവിടെയെങ്കിലും, അല്ലേ? ആ ഒരു ചിന്തയെക്കുറിച്ച് അച്ഛൻ എന്ത് പറയും? തീർച്ചയായിട്ടും. അതായത് അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവ് തമ്മിൽ നൽകിയ ഒരു പ്രചോദനമാണ് നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻറ്റീരിയർ കാസിൽ അഫിൻ്റെ കർമ്മീയ ധ്യാന കേന്ദ്രമായിട്ട് നമ്മുടേതായിട്ട്. അപ്പം അങ്ങനെയാണ് ഒരു ചിന്ത വന്നത്. നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ബിൽഡിങ്, അതിൻ്റെ അകത്ത് ഒരു ഡൈനിങ് ഹാള്, പിന്നെ നമുക്കൊരു ചാപ്പൽ, അങ്ങനെ പിന്നെ ചെറിയ വീടുകൾ, ചെറിയ കുടിലുകൾ. അപ്പോൾ അതായത് ഒരാൾ മാത്രം വന്ന് ഈ ആത്മീയതയിൽ താല്പര്യമുള്ള വ്യക്തികൾ വരിക, അവിടെ നമുക്ക് അവർക്ക് ഈ ധ്യാനം കൊടുക്കുക, 1 ആഴ്ചയോ 2 ആഴ്ചയോ ഇതിലൂടെ മാത്രം താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു ധ്യാനം കൊടുക്കുക. അത് നമ്മളിപ്പോൾ ഈ ആഭ്യന്തര കർമ്മത്തിനെ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ, ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തല്ലോ. അപ്പോൾ ആഭ്യന്തര കർമ്മം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ രജിസ്ട്രേഷനിൽ ലീഗലി അപ്പോൾ അത് കവറായി. തീർച്ചയായും ലീഗലി ഇപ്പോൾ അത് കവറായി. ധ്യാന കേന്ദ്രം തുടങ്ങാം. അപ്പോൾ അത് ഒരു ലീഗൽ കവറേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഇനിയിപ്പോൾ, പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും പറയുന്നത്, മുത്തപ്പൻ്റെ അടുത്ത് നമ്മൾ പലവാശം വരുന്നുണ്ട്, മലയാറ്റൂർ നമ്മൾ എപ്പോഴും വരുന്നുണ്ട്. നമ്മുടെ ഓഫീസ് നമ്മൾ മലയാറ്റൂർ സ്റ്റാർട്ട് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് നമ്മൾ മലയാറ്റൂരാണ്. സോ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രദേശത്ത് ഒക്കെ ഒരു നല്ല അതിന് പറ്റിയൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ ആ മുത്തപ്പൻ്റെ ആ ബ്ലെസ്സിങ് നമുക്കുണ്ടാവും. ഇവിടെ വരുന്ന ആൾക്കാർക്ക് മലയായിട്ട് ബന്ധപ്പെടാം. ആ ഒരു ചിന്ത എപ്പോഴും നമുക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു പാരമ്പര്യം പറയുന്നത് അനുസരിച്ചാണല്ലോ തോമാസ് ലീഗ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. തീർച്ചയായിട്ടും. അപ്പം അന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഗതാഗതം എന്ന് പറയുന്നത് റോഡ് ഗതാഗതമല്ല, പുഴയുടെ ഗതാഗതമാണ്. അങ്ങനെ ബോട്ടിംഗ് ആണ്. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്നത്. അന്ന് റോഡുകളൊന്നുമില്ല, പുഴയാണ് മെയിനായിട്ട് ആളുകൾ ഗതാഗതത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇവിടെ വന്നു. അങ്ങനെ അദ്ദേഹം ഈ പ്രാർത്ഥനാ രീതി ഇങ്ങനെ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, അങ്ങനെ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് ഇവിടെ വന്ന് ഈ മലയുടെ മുകളിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭയങ്കരമായിട്ടൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ ഇന്ത്യക്ക് പുറത്തെല്ലാം അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ധ്യാനിപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഒരിക്കൽ പാറ്റ്നയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ 2 മുട്ടിനും എനിക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് എനിക്ക് ഈ നീ ക്യാമ്പ് വന്നു, അതൊക്കെ കിട്ടും. പക്ഷെ എന്നിട്ടൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ വന്ന് കുറച്ച് ദിവസമൊക്കെ മലമോളിൽ പോയിരുന്നു, ഇങ്ങനെ കുംസാരം കേൾക്കാനൊക്കെ അങ്ങനെ ചെയ്യാമെന്ന്. ഞാൻ നേരം പ്രാർത്ഥിച്ചു, മുത്തപ്പ എനിക്ക് അവിടെ വന്ന് ഇങ്ങനെ മിനിസ്റ്റർ ചെയ്യേണ്ടവർ, ഞാൻ അവിടെ വന്ന് ഒരു ദിവസം 1 ആഴ്ച വേണേൽ അവിടെ താമസിച്ചതെല്ലാം ചെയ്തു കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൗഖ്യം നൽകണമെന്ന്. നിങ്ങൾ ഒരു പക്ഷേ വിശ്വസിക്കുന്ന അറിയാമല്ല, അപ്പോഴേ എനിക്ക് പരിപൂർണമായിട്ട് സൗഖ്യം കിട്ടി. അതിനുശേഷം ഞാൻ 1 ആഴ്ച ഞാനിവിടെ വന്നിരുന്ന് കുംസാരം കേൾക്കുകയും അങ്ങനെ മിനിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പലപ്പോഴും അങ്ങനെ വന്നു.
അപ്പം അങ്ങനെയാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു സ്ഥലം അതിനെക്കുറിച്ച്. അപ്പോൾ എനിക്ക് എൻ്റെ ചിന്ത എപ്പോഴും തോമസ് ലീ ഒന്ന് പ്രാർത്ഥിച്ചതാണ്, നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ എവിടെയെങ്കിലും നമുക്ക് ഒരു സ്ഥലമെടുത്ത് നമ്മുടെ അഭ്യന്തര കർമ്മീയ ധ്യാന കേന്ദ്രം നടത്തുക എന്നുള്ളൊരു സ്വപ്നമായിട്ട്, അല്ലെങ്കിൽ പരിസ്ഥാനമാകുന്ന നൽകിയൊരു പ്രചോദനം അങ്ങനെ നൽകി. പക്ഷേ ഈ ചിന്ത തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ നമുക്ക് എത്ര രൂപ ഉണ്ടെങ്കിലും അത് നടക്കാം. നമ്മളൊന്നുമില്ല, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ദശാംശം തരുന്നു, അത് കൂട്ടിയാണ് നമ്മൾ വെക്കുന്നത്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒന്നും ഇല്ല പറയാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ഉത്തരവാദിത്വം അച്ഛൻ എനിക്ക് തന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് എവിടെ നിന്ന് പൈസയൊക്കെ വരും എന്നാണ് എൻ്റെ മനസ്സിൽ കൂടെ ചിന്ത പോകുന്നത്. ഈ മദർ തെരേസ അമേരിക്കയിൽ ഒരു മഠം തുടങ്ങാൻ പോയപ്പോൾ അവിടുത്തെ ആർച്ച് ബിഷപ്പ് പറഞ്ഞു എന്തെങ്കിലും ഒരു മന്ത്ലി ഒരു സ്റ്റൈഫൻഡ് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഷി വാസ് ഡെഡ്ലി അഗെയിൻസ്റ്റ്. പുള്ളിക്കാരി പറഞ്ഞു വേണ്ട, കർത്താവിൻ്റെ ഖജനാവിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. ആർച്ച് ബിഷപ്പിന് ചിന്തിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു ഇതിനെക്കുറിച്ച്. പക്ഷേ മദർ തെരേസ പറഞ്ഞു കർത്താവിൻ്റെ ഖജനാവിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, നമുക്കത് ഇഷ്ടം പോലെ അവിടെ തന്നോളൂ എന്ന് പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊരു ഒത്തിരി പേര് വളരെ ഇതിങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയില്ലാത്ത ആളുകൾ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു ടാക്സി ഡ്രൈവർ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാഷ്വലായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പറയുകയാണ്, അച്ഛാ ടാക്സി ഡ്രൈവറാണ്, ആ സ്ഥലത്തിൻ്റെ വില 40,000 ആയാലും 50,000 ആയാലും 1 ലക്ഷം ആയാലും 1 സെന്റ് മേടിക്കാനുള്ള കാശ് ഞാൻ എപ്പോഴും ആ ടാക്ട് അത് കേട്ടുകൊണ്ട് പലരും പറഞ്ഞു എങ്ങനെ പൈസ തരാം, ഒരാൾ പറഞ്ഞു 3 സെന്റ് മേടിക്കാൻ തരാം, അങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു സ്ഥലം മേടിച്ചപ്പോൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ 20 പേർക്ക് ധ്യാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20 എങ്കിലും ഒരു ഹട്ട് വേണം അല്ലേ? 20 ഹട്ട് വേണം തീർച്ചയായിട്ടും. ഒരു റെഫ്ലക്റ്റ് വേണം, ഒരു കുക്ക് ഹൗസ് വേണം, ഒരു ചാപ്പൽ വേണം, അങ്ങനെ കുറച്ച് കോമൺ ഏരിയ 20 ഹട്ട്. ദാറ്റ് മീൻസ് ഒരു 2 ഏക്കർ ഏറ്റവും കുറഞ്ഞത് 2 ഏക്കർ സ്ഥലമെങ്കിലും നമുക്ക് വേണം, എന്നാലാണ് കോമൺ ആയിട്ട് കുറച്ചതും. പിന്നെ നമുക്ക് ഓരോ 20 ഹട്ടുകൾ അത് പണിയണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലം വേണം നമുക്ക് നടക്കാനും പ്രാർത്ഥിക്കാനും ആ ഏരിയ മുഴുവനും. അതിന് 2 ഏക്കറെങ്കിലും കിട്ടിയാലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാൻ സാധിക്കും. ധ്യാനം മാത്രമല്ല, ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വരുന്നുണ്ട്, അവർ പറയുകയാണ് ഞങ്ങൾക്ക് അവിടെ വന്ന് താമസിച്ച് പ്രാർത്ഥിച്ച് പോകണം, അവർ വരിക, ഒരാഴ്ച 2 ആഴ്ച താമസിക്കുക, ഇതിനോടൊപ്പം ധ്യാനമായിട്ടുള്ള ആ ഒരു ചിന്ത എങ്ങനെ പോകുന്നു. അതായത് ഇപ്പം നമുക്ക് പരിസ്ഥാനമാകുന്ന തന്നെ ഒരു ചിന്ത 2 തരത്തിൽ. ഒന്ന് ഒരു ധ്യാനം ഇങ്ങനെ അതോടനുബന്ധിച്ച് തന്നെ ഇതിപ്പോൾ ഒരു അഭ്യന്തര കർമ്മീയ ധ്യാന കേന്ദ്രം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അഭ്യന്തര കർമ്മീയ അത് ഒരു കോമൺ ആയിട്ടുള്ള ചാപ്പലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 20 ഹട്ട്. അതോടുകൂടി തന്നെ ഒരു അഭ്യന്തര കർമ്മീയ നഗർ എന്നുകൂടി ഒരു ചിന്ത വരുന്നുണ്ട്. അഭ്യന്തര കർമ്മീയ നഗർ അതിൻ്റെ ചെയ്ത എന്താണെന്ന് വെച്ചപ്പോൾ ഇതിനോടനുബന്ധിച്ചായിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ വീടുകളുണ്ടാക്കും. അവിടെ ഈ ആത്മീയത, ഈ ധ്യാനം കൂടി ഈ ആത്മീയതയിലുള്ള ആളുകൾക്ക് വന്ന് താമസിച്ച് അവർക്ക് വേണേൽ പെർമനൻ്റായിട്ട് വേണേൽ താമസിക്കാം ആ രീതിയിൽ. പക്ഷേ ധ്യാനമായിട്ട് ബന്ധമുള്ള അതിനോട് ചേർന്ന് തന്നെ, പക്ഷേ ഈ ധ്യാനം കൂടി ഈ ആത്മീയതയിലുള്ളവർ മാത്രമേ നമ്മൾ അതിനകത്ത് എടുക്കുള്ളൂ. അങ്ങനെ ആ രീതിയിൽ നമുക്ക് കൂടുതൽ സ്ഥലം കിട്ടുകയാണെങ്കിൽ ആ രീതിയിലും ചിന്തിക്കണം. അങ്ങനെ ആ ഏരിയ മുഴുവനും നമ്മുടെ ഒരു ആത്മീയത, അത് സഭയെ സംബന്ധിച്ചിടത്തോളം പോലും വലിയൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തീരും. കാരണം അവിടെ ഈ പ്രാർത്ഥനയുടെ ചൈതന്യം മാത്രമുള്ള, പ്രാർത്ഥനയുടെ ആ ഇതിൽ മാത്രമുള്ള, അതായത് ആഴമായി ആത്മീയത, അമദ്രേസ്യയുടെ അഭ്യന്തര കർമ്മി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ബെട്രോത്തിൽ, സ്പിരിച്വൽ മാരേജൊക്കെ അതൊക്കെ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് സഭയ്ക്കതൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. സഭയെ സംബന്ധിച്ചുള്ള വലിയൊരു ഒരു അനുഗ്രഹമാണത്. നമ്മള് തോമാശ്രീയുടെ അമ്മയുടെ ഒക്കെ മുമ്പിലായിരിക്കുന്നത്. നമുക്ക് ഇവിടെ പ്രാർത്ഥന കൊടുക്കാം, ഇതിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് കിട്ടട്ടെ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ മലയാറ്റൂർ എന്ന് പറയുമ്പോൾ അതിന് വലിയ ശക്തി ഉണ്ടല്ലോ. എനിക്കിതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ടെൻഷനോ ആൾക്കൊണ്ട് ഇതൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തമ്പ്രാന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന, അതായത് മനുഷ്യർക്ക് ഈ ലോകത്തിൽ അവർ ജീവിക്കുന്നിടത്തോളം കാലം സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുക, വളരെ സന്തോഷത്തോടെ നിത്യതയിലേക്ക് പോകുക. അപ്പം അതിനവരെ ഒരുക്കി ഇവിടെയും ലോകത്തും ആ ഒരു ആഴമായ ആത്മീയത ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്നിടത്ത് അത് കിട്ടിയാൽ മാത്രമാണ് പരലോകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഇതിൽ ആളുകൾ ഒരു സ്വാർത്ഥതയോ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ പേരും പ്രശസ്തിയോ അല്ലെങ്കിൽ പവറോ എന്തെങ്കിലും വന്നാൽ ഈ സംഭവം മുന്നോട്ട് പോകില്ല. ഈ സംഭവം അവിടെ അവസാനിക്കും. അപ്പം അതുകൊണ്ട് തമ്പുരാനെ നടത്തി തരും എന്നുള്ളതാണ്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥനയെ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ധ്യാനം കൂടിയതിൽ തന്നെ ഒരു 3-4 പേരെ ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അവരെ ഇതിന് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ട് ആ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാനും, പിന്നെ ഇപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് ഞങ്ങൾ പുറത്താണ്, ഞങ്ങൾ നാട്ടിൽ വരുന്നു, ഞങ്ങൾക്കപ്പോൾ ഒരാഴ്ച താമസിക്കണം അല്ലെങ്കിൽ 2 ആഴ്ച താമസിക്കണം, അപ്പം അങ്ങനെയാണെങ്കിൽ അവർ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അവർക്ക് ലീഡ് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ,
ഇങ്ങനെയുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഒരുപക്ഷെ ഇപ്പം ഇത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അവർക്ക് നമ്മളിൽ വിശ്വാസം തോന്നുകയാണെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യട്ടെ. അതെ, അവർ അച്ഛനെ അപ്രോച്ച് തീർച്ചയായിട്ടും ചെയ്യട്ടെ. ഒന്നും ആഴ്ചയല്ല. ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഈ ആത്മീയതയിലുള്ളവർ മാത്രം പെർമനന്റ് ആയിട്ട് ജീവിക്കണമെങ്കിൽ അതിന് പോലുള്ളൊരു നമുക്ക് ഒത്തുവരികയാണെങ്കിൽ ആ ഒരു, അതായത് അഫിന്റെ ഹർമ്യ നഗർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് നമുക്ക് തമ്പരാൻ അത് ശരിയാക്കി തരികയാണെങ്കിൽ അതിന് പോലും സാധിക്കുന്നു. പുറത്തുള്ളവർ സംസാരിക്കുമ്പോൾ, പുറത്തുള്ളവർ കോണ്ടാക്ട് ചെയ്യുമ്പോഴൊക്കെ പലരും പറയാറുണ്ട്, സാറേ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഇപ്പോൾ വൈഫ് ഹൗസിൽ പോവോ, ഞങ്ങളുടെ വീട്ടിൽ പോവോ, അങ്ങനെ പല ചിന്തകളുണ്ട്. ഇങ്ങനെയുള്ള കോമൺ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 ആഴ്ച അത് ധ്യാനമായി ഈ ഒരു ആത്മീയതയിൽ ജീവിക്കാൻ സാധിക്കും മാത്രം. അങ്ങനെയുള്ളവർക്ക് ആദ്യം അവർ നമ്മുടെ ധ്യാനമൊക്കെ കൂടി ഇത് മനസ്സിലാക്കി ഈ ആഴമായ ആത്മീയതയിൽ ജീവിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രം നമ്മൾ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം അത് ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ പരിസ്ഥാനമാവാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. തീർച്ചയായിട്ടും ഇതൊരു ഡിഫറെൻ്റ് ആയിരിക്കണം. കാരണം നമ്മൾ 100% ആത്മീയതയിലും എന്താ പറയുന്നത് ഒത്തിരിപ്പ് കടം അല്ലേ? ഇതിൻ്റെ അകത്ത് 1 രൂപ പോലും, 1 രൂപ അല്ലെങ്കിൽ 1 പൈസ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഒത്തിരിപ്പ് കടത്തിൽ വിശ്വസിക്കുന്ന മക്കൾ ഇതിനെ ഒരുമിച്ച് വന്നിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ സാറേ, താങ്ക് യു അച്ഛാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര, അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മക്കൾക്ക് ജീവിതഭാരം ഇറക്കി വയ്ക്കാനും ആഴമായ മൗതിക അനുഭവത്തിലൂടെ അങ്ങയെ കണ്ടുമുട്ടുവാനും ഒരു ഭവനം ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അങ്ങ് വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൽ ഞങ്ങൾക്ക് ആഴമായ വിശ്വാസമുണ്ട്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. അവർ ബെഞ്ചമിൻ ദേശത്തും ജെറൂസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദയായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗമയിലുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരം എഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും, കർത്താവ് അരുളി ചെയ്യുന്നു. വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ. ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. വെള്ളി എൻ്റേതാണ്, സ്വർണവും എൻ്റേതാണ്, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ആലയത്തിൻ്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിർഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് നൽകിയ ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന അഭ്യന്തരകർമ്മി ധ്യാന കേന്ദ്രം ഞങ്ങൾക്ക് നിർമ്മിച്ചു നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പരിശുദ്ധ കർമ്മല മാതാവിൻ്റെയും സകല കർമ്മലീത്ത വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ പ്രതിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനുടെ അപേക്ഷണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.